4 ജില്ലയും കഴിഞ്ഞിട്ട് 7ാമത്തെ ജില്ല KL7 വരെ എത്തി. KL8, 9 അങ്ങനെ പോകും. കാശ്മീർ വരെ കൊച്ചിയിലെ രാവിലത്തെ കാഴ്ചകളാണ്. ചീനവലയുടെ സൈഡിലോട്ട് ഞാൻ വന്നതാണ്. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോഴത്തേനും അവരവിടെ എടുക്കാൻ പറ്റിയാലോ വീഡിയോ എടുക്കാൻ പറ്റിയാലോ എന്നൊക്കെ പറഞ്ഞു. അക്കരെയാണ്, വൈപ്പിനിലാണ് അത്. പക്ഷേ ഇപ്പോഴത്തെ അത് വലയെടുക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഒരു മീൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കണ്ടെയ്നർ ടെർമിനലാണ് മുൻപിലായി കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്ന വള്ളങ്ങൾ കായലിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നാടൻ വള്ളങ്ങളാണ്. അതിലത്ത് വലിയ കാര്യമായിട്ട് മീനില്ലായിരുന്നു, അതുകൊണ്ട് അവർ അത് ഇറക്കുകയാണ്. ആ വല ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൂനൻകുരിശ് പള്ളിയിലാണ്. ഇത് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ്.
മട്ടാഞ്ചേരിയിലാണ് ഈ മനോഹരമായ പള്ളി സ്ഥിതി ചെയ്യുന്നത്. AD 342 ഇവിടെ ക്രിസ്ത്യാനികൾ എത്തിയത്. AD 800 ഇവിടുത്തെ ആദ്യത്തെ പള്ളി മാതാവിൻ്റെ പേരിൽ നിർമ്മിതമായത്. അതിനുശേഷം 1663 കാലഘട്ടത്തിൽ ഡച്ചുകാർ ഈ പള്ളി നശിപ്പിക്കുകയും അതിനുശേഷമാണ് ഇവിടെ മറ്റൊരു പള്ളി സ്ഥാപിതമായത്. പഴയ ബിൽഡിങ്ങൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അതൊന്നും മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല. കുഞ്ഞി അവിടെ കിടന്ന് കൂവുന്നുണ്ട്. അതിന് മുമ്പായിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലണം. ഈ പള്ളിയും ഡച്ച് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ആർച്ച് മോഡൽ വരുന്ന ജനലുകളും വാതിലുകളും നിർമ്മിക്കുന്നത് ഡച്ചുകാരാണ്. വാസ്കോ ഡ ഗാമ അന്തിയുറങ്ങുന്ന സ്ഥലമാണിത്. ഈ CSI പള്ളിയിലുള്ളിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ കടലിന് അഭിമുഖമായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അടക്കം ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും പരിചയമുള്ളൊരു വീട്ടിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം മറ്റൊരു വീടുമല്ലത്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആ സിനിമ നടന്ന സ്ഥലം, ബിഗ് ബി എന്ന മെഗാ ഹിറ്റ് സിനിമ നടന്ന ആ സ്ഥലമാണിത്. പക്ഷേ ഇതിപ്പോൾ കുറച്ചെല്ലാം കെട്ടി അടച്ച് വേറൊരു രീതിയിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തെ ഇതാണ് ആ സ്ട്രീറ്റ്. അപ്പം മമ്മൂക്കായുടെ പ്രശസ്തമായ സിനിമ നടന്ന ആ ബാസ്റ്റിൻ സ്ട്രീറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ബിഗ് ബിയുടെ ടീച്ചർ താമസിച്ചിരുന്ന വീടും മമ്മൂക്ക താമസിച്ചിരുന്ന വീടുമൊക്കെയാണിത് കാണുന്നത്. അപ്പോൾ വഴി കൂടെ കുറേ പിള്ളേർ പോയി ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ വീട്. അപ്പോൾ കൊച്ചിയിൽ വന്നപ്പോൾ ഈ വീട് കൂടെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ടാണ് ഈ വീടിൻ്റെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ശരി, നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ ബിഗ് ബിയുടെ ലൊക്കേഷനിൽ നിന്നും നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. നമ്മുടെ കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ദാഹിച്ചിരിക്കുക. അവൾക്ക് ഇച്ച വെള്ളം കൊടുക്കണം. ചൂടാണ്. ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പതിയെ അകത്തോട്ട് കയറാം. എന്നടി വേണേ എന്നെ